കുംഭമാസത്തിലെ പൂയം നക്ഷത്ര ദിവസം കൊടിയേറി 10-ാം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന കൊടിയേറ്റ ഉത്സവമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. പൂയം നക്ഷത്രം രാത്രി വരുന്ന ദിവസമാണ് കൊടിയേറ്റം. അങ്കുരാതി, ധ്വജാതി, പടഹാതി എന്നിങ്ങനെ 3 തരത്തിലെ ഉത്സവങ്ങൾ കേരളീയ ക്ഷേത്രങ്ങളിൽ പതിവാണ്. ഇവയിൽ ആദ്യത്തേത് മുളയിടലോടെയും രണ്ടാമത്തേത് കൊടിയേറ്റത്തോടെയും മൂന്നാമത്തേത് വാദ്യമേളങ്ങളോടെയും തുടങ്ങുന്നു. ഗുരുവായൂരിലേത് അങ്കുരാതി ഉത്സവമാണ്. ഉത്സവത്തിൽ കൊടിയേറ്റത്തിന് മുന്നോടിയായി മുളയിടലും ശുദ്ധിക്രിയകളും നടക്കുന്നതുകൊണ്ടാണ് ഗുരുവായൂരിലെ ഉത്സവം അങ്കുരാതിയായി കണക്കാക്കപ്പെടുന്നത്. എങ്കിലും ഉത്സവത്തിൻ്റെ ഔദ്യോഗികമായ ആരംഭം കൊടിയേറ്റത്തോടെയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും താന്ത്രിക ചടങ്ങുകളും കലാപരിപാടികളും പ്രഭാഷണങ്ങളും എല്ലാം ഉണ്ടാകും. സാധാരണ ദിവസങ്ങളിൽ തന്നെ ഉത്സവ പ്രതീതിയുണ്ടാകുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകാറുള്ളത്. കൊടിയേറ്റത്തിന് ഒരാഴ്ച മുൻപാണ് ഉത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള കലശ ചടങ്ങുകൾ തുടങ്ങുന്നത്. 7-ാം ദിവസം നടത്തുന്ന തത്വ കലശാഭിഷേകവും 8-ാം ദിവസം നടത്തുന്ന ബ്രഹ്മകലശത്തോടുകൂടിയ സഹസ്ര കലശാഭിഷേകവും അതിവിശേഷമാണ്. ക്ഷേത്ര ചൈതന്യ വർധനവിന് നടത്തപ്പെടുന്ന അതിബൃഹത്തായ താന്ത്രിക ക്രിയകളാണ് രണ്ടും. സാധാരണ മഹാക്ഷേത്രങ്ങളിൽ പോലും 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന സഹസ്ര കലശം 1971 മുതൽ എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നുണ്ട് എന്നാണ് ശ്രദ്ധേയം. മഹാവിഷ്ണുവിൻ്റെ 25 തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന 25 കലശങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അഭിഷേക ചടങ്ങുകളാണ് തത്വകലശം എന്നറിയപ്പെടുന്നത്. തത്വകലശാഭിഷേകത്തിന് തൊട്ടു മുൻപ് തത്വഹോമം നടത്തുന്നു. ഇതും ഈ സങ്കല്പത്തിൽ തന്നെ നടത്തുന്നതാണ്. കൊടിയേറ്റ ദിവസമായ പൂയം നാളിൽ രാവിലെ ആനയില്ലാതെ ശീവേലി നടത്തുന്നു. ഗുരുവായൂരപ്പന് സ്വന്തമായി ആനയില്ലാതിരുന്ന കാലത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങാണ് ആനയില്ലാ ശീവേലി. അന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് പ്രസിദ്ധമായ ആനയോട്ടം. ഗുരുവായൂരപ്പന് സ്ഥിരമായി ആനകളെ അയച്ചിരുന്ന കൊടുങ്ങല്ലൂരിലെ തൃക്കണാമതിലകം ശിവക്ഷേത്രം ഒരു വർഷത്തിലെ ഉത്സവത്തിന് ആനയെ അയക്കില്ല എന്ന് പറയുകയും അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് ആനകൾ കൂട്ടമായി ഗുരുവായൂരിലേക്ക് ഓടിയെത്തുകയും ചെയ്തതിൻ്റെ സ്മരണയ്ക്കാണ് ആനയോട്ടം നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള മഞ്ചുളാളിൽ നിന്ന് ക്ഷേത്ര ഗോപുരം വരെയാണ് ആനയോട്ടം നടത്തുന്നത്. ഇതിനായി ചില ആനകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു വെച്ചിട്ടുണ്ടാകും. ക്ഷേത്രത്തിലെ നാഴികമണി 3 അടിച്ചു കഴിഞ്ഞാൽ ആനയോട്ടം തുടങ്ങും. ആനകളോടൊപ്പം പാപ്പാന്മാരും ഓടും. ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന കൊടിമരത്തിൽ തൊടുന്ന ആനയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക. ഈ ആന പിന്നീട് ഉത്സവം കഴിയും വരെ ക്ഷേത്രത്തിൽ തന്നെ കഴിയും. ഉത്സവത്തിന് തിടമ്പേറ്റാനുള്ള അർഹതയും ഈ ആനയ്ക്കാണ്. കൊടിയേറ്റം കഴിഞ്ഞ് നടക്കുന്ന വിളക്കിന് കൊടിപ്പുറത്ത് വിളക്ക് എന്നാണ് പേര്. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ശ്രീഭൂതബലി, 3 നേരം കാഴ്ച ശീവേലികൾ, സ്വർണത്തിൽ തീർത്ത പഴുക്കാമണ്ഡപത്തിലെ ദീപാരാധന തുടങ്ങിയ വിശേഷങ്ങൾ ഉണ്ടാകും. ഈ ദിവസങ്ങളിലെ എഴുന്നള്ളത്തുകൾക്ക് കൊടി, തഴ, സൂര്യമറ, മുത്തുകുട, പട്ടുകുട, കുത്തുവിളക്കുകൾ, വെഞ്ചാമരം, ആലവട്ടം തുടങ്ങിയ വിശേഷാൽ അലങ്കാരങ്ങളും ഉണ്ടായിരിക്കും. ഉത്സവത്തിൻ്റെ 8-ാം ദിവസമാണ് ഉത്സവത്തിനിടയിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഉത്സവ ബലി ദർശനം. 9-ാം ദിവസം രാത്രിയിലാണ് ഭഗവാന്റെ മറ്റൊരു വിശേഷമായ പള്ളിവേട്ട. തൻ്റെ അതിർത്തിയിലുള്ള സകല തിന്മകളെയും ഭഗവാൻ കീഴടക്കുന്നു എന്ന സങ്കല്പത്തിൽ നടത്തുന്ന ചടങ്ങാണ് പള്ളിവേട്ട. പള്ളിവേട്ടയ്ക്ക് മുന്നോടിയായി ഭഗവാൻ നഗരപ്രദക്ഷിണം നടത്തുന്നുണ്ട്. ഭഗവാൻ ഉത്സവത്തിനിടയ്ക്ക് ആദ്യമായി മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളുന്നത് നഗരപ്രദക്ഷിണത്തിനാണ്. ഉത്സവകാലത്ത് എല്ലാ കേരളീയ ക്ഷേത്രങ്ങളിലും നടന്നുവരുന്ന ചടങ്ങാണ് പള്ളിവേട്ടയെങ്കിലും ഗുരുവായൂരിലെ പള്ളിവേട്ടയ്ക്ക് സവിശേഷതയുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പുറത്തുള്ള പറമ്പിലോ അതുപോലുള്ള ഏതെങ്കിലും സ്ഥലത്തോ പോയി അവിടെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ രൂപത്തിൽ അമ്പെയ്യുന്നതാണ് ചടങ്ങെങ്കിൽ ഗുരുവായൂരിൽ ഭക്തർ തന്നെ വന്യമൃഗങ്ങളുടെ വേഷം കെട്ടിവരുന്നതാണ് ചടങ്ങ്. സന്ധ്യയ്ക്ക് പഴുക്കാമണ്ഡപത്തിലെ ദീപാരാധന കഴിഞ്ഞാണ് ഗ്രാമപ്രദക്ഷിണം തുടങ്ങുന്നത്. ദീപാരാധന കഴിഞ്ഞാൽ ഉത്സവത്തിടമ്പ് സുവർണക്കോലത്തോട് കെട്ടിവെച്ച ശേഷം ആനപ്പുറത്ത് കയറ്റുന്നു. പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവാനെ ഭക്തർ നിറപറയും നിലവിളക്കും കാണിച്ച് സ്വീകരിക്കുന്നു.
തുടർന്ന് ആനപ്പുറത്ത് സ്വർണ്ണക്കോലമേന്തി നഗരപ്രദക്ഷിണം തുടങ്ങുന്നു. വാളും പരിചയും അണിഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ വിശേഷാൽ ചുവടുകളോടെ എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കും. ഈ സമയത്ത് പാണ്ടിമേളമാണ് കൊട്ടുന്നത്. ഒപ്പം നാദസ്വരവും ഭക്തരുടെ ഭജനകളും കൂടിയാകുമ്പോൾ നഗരപ്രദക്ഷിണം പൂർണ്ണമാകും. ഗുരുവായൂർ പരിസരം മുഴുവൻ ചുറ്റി അടുത്തുള്ള ക്ഷേത്രങ്ങളിലെയും വീടുകളിലെയും വരവേൽപ്പുകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലെത്തുമ്പോഴേക്കും രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ക്ഷേത്ര മതിലകത്തുകൂടിയുള്ള പ്രദക്ഷിണം കഴിഞ്ഞ് നഗരപ്രദക്ഷിണം പൂർത്തിയാകുന്നതോടുകൂടി പള്ളിവേട്ടയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. പള്ളിവേട്ടയ്ക്ക് ശേഷം വാദ്യമേളങ്ങളോടുകൂടി എഴുന്നള്ളുന്ന ഭഗവാനെ നമസ്കാര മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ശയ്യയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് കിടത്തുന്നു. ഗ്രാമപ്രദക്ഷിണവും പള്ളിവേട്ടയും കഴിഞ്ഞ് അവശനായ ഭഗവാൻ മണ്ഡപത്തിൽ കിടന്നുറങ്ങുന്നു എന്നാണ് സങ്കല്പം. ഈ സമയം ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ ബഹളങ്ങളും താത്കാലികമായി അവസാനിക്കുകയാണ്. ഭഗവാന്റെ ഉറക്കത്തിന് ഒരു തരത്തിലും ഭംഗമുണ്ടാകരുത് എന്നാണ് ഭക്തവിശ്വാസം. ക്ഷേത്രത്തിൽ നിത്യേന അടിക്കുന്ന താഴികമണി പോലും ഈ സമയം കെട്ടിവെക്കും. അബദ്ധത്തിൽ പോലും അത് ശബ്ദിക്കാൻ പാടില്ലത്രേ. ഈ സമയം തന്നെ ക്ഷേത്രം ശാന്തിക്കാർ പിറ്റേന്ന് ഭഗവാന് കണി കാണുന്നതിനുള്ള വസ്തുക്കൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും. ഇക്കൂട്ടത്തിൽ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ ഒരു പശുവും ഉണ്ടായിരിക്കും. പിറ്റേന്ന് രാവിലെ 6 മണിക്കാണ് ഭഗവാന്റെ പള്ളിയുണർത്തൽ. നടക്കിരുത്തിയ പശുവിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഭഗവാൻ പള്ളി ഉണരുന്നത്. തുടർന്ന് കണിക്കോപ്പുകൾ കൂടി കണി കണ്ട ശേഷം ക്ഷേത്ര ചടങ്ങുകൾ തുടങ്ങുന്നു. അന്ന് രാത്രിയാണ് ഉത്സവ സമാപനമായ ആറാട്ട് നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തുള്ള രുദ്രതീർത്ഥ കുളത്തിൽ തന്നെയാണ് ആറാട്ട്. ഉഷപൂജയും എതിരേറ്റുപൂജയും ഒഴികെയുള്ള എല്ലാ ചടങ്ങുകളും അന്നേ ദിവസം ഉണ്ടാകാറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹ വിഗ്രഹമാണ് അന്ന് എഴുന്നള്ളിക്കുന്നത്. ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. ഉച്ചവരെ സാധാരണ പോലുള്ള ചടങ്ങുകൾ നടക്കുന്നു. വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് ഭഗവാൻ നഗരപ്രദക്ഷിണത്തിന് ഇറങ്ങുന്നു. തലേ ദിവസത്തെ പ്രദക്ഷിണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ധാരാളം നിശ്ചല ദൃശ്യങ്ങളും ഇവയോടൊപ്പം അകമ്പടി സേവിക്കാറുണ്ട്. പുരാണങ്ങളിലെ വിവിധ സംഭവങ്ങൾ ഇവിടെ നിശ്ചല ദൃശ്യങ്ങളായി പുനർജനിക്കുന്നു. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് ആറാട്ടുനാളിൽ നഗരപ്രദക്ഷിണം നടത്തുന്നത്. ഉത്സവകാലത്ത് പഞ്ചവാദ്യം ഉപയോഗിക്കുന്ന ഏക അവസരം ഇതാണ്. ക്ഷേത്രങ്ങളും വീടുകളും മുഴുവൻ കയറിയിറങ്ങി സ്വീകരണം മുഴുവൻ ഏറ്റുവാങ്ങിയ ശേഷം പ്രദക്ഷിണം രുദ്രതീർത്ഥ കുളത്തിൻ്റെ വടക്കേ കരയിലെ അത്താണിക്കല്ലിനടുത്തെത്തുമ്പോൾ പെട്ടെന്ന് വാദ്യമേളങ്ങൾ നിർത്തും. പണ്ടൊരു ആറാട്ട് നാളിൽ അത്താണിക്കല്ല് നിൽക്കുന്ന ഭാഗത്ത് വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെട്ട തൻ്റെ വിശ്വസ്ത ഭക്തനായിരുന്ന നമ്പീശൻ്റെ സ്മരണ ഭഗവാൻ പുതുക്കുന്നു എന്നാണ് സങ്കല്പം. ഈ സമയം നമ്പീശൻ്റെ അനന്തരാവകാശികളിൽ ചിലർ അവിടെ എത്തുകയും തങ്ങൾക്ക് സങ്കടമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടരുന്നു. തുടർന്ന് ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള വാതിലിലൂടെ വിഗ്രഹം ആറാട്ടുകടവിൽ എത്തിക്കുന്നു. ഈ സമയമാകുമ്പോഴേക്കും നിരവധി ഭക്തർ ആറാട്ട് മുങ്ങാനായി കടവുകളിൽ തടിച്ചുകൂടിയിട്ടുണ്ടാകും. ആറാട്ടുകടവിൽ പ്രത്യേകം ഒരുക്കിവെച്ച പീഠത്തിൽ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന തന്ത്രി തുടർന്ന് ഗംഗ, യമുന, സരസ്വതി തുടങ്ങിയ സകല തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങ് നടക്കുന്നു. തുടർന്ന് ഇളനീരും മഞ്ഞൾപ്പൊടിയും കൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത ശേഷം വിഗ്രഹവുമായി തന്ത്രിയും ഓദിക്കന്മാരും മേൽശാന്തിയും കീഴ്ശാന്തിമാരും 3 വട്ടം മുങ്ങുന്നു. ഭഗവത് സാന്നിധ്യം കൊണ്ട് പവിത്രമായ ജലത്തിൽ ഭക്തരും മുങ്ങി നിവർന്ന് പുണ്യം നേടുന്നു. തുടർന്ന് എല്ലാവരും വസ്ത്രം മാറി തിരിച്ചെഴുന്നള്ളുന്നു. തിരിച്ചെഴുന്നള്ളുന്ന ഭഗവാനെ ഭക്തർ നിറപറയും നിലവിളക്കും നൽകി സ്വീകരിക്കുന്നു. അതിനുശേഷം ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ ഭഗവാനെ ഉച്ചപൂജ. വർഷത്തിലൊരിക്കൽ തൻ്റെ സഹോദരിയായ ഇടത്തരിക്കത്തുകാവിൽ അമ്മയെ കാണാമെന്ന് ഗുരുവായൂരപ്പൻ വാക്കുകൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ സ്മരണയ്ക്കായാണ് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവാന് പൂജ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ശ്രീലകത്തിന് പുറത്ത് ഭഗവാന് ഉച്ചപൂജ നടത്തുന്ന ഏക അവസരം ഇതാണ്. അതിനുശേഷം ക്ഷേത്രത്തിനു ചുറ്റും 11 പ്രാവശ്യം ഓട്ടപ്രദക്ഷിണം. അവസാനം കൊടിമരത്തിൽ നിന്ന് കൊടിയിറങ്ങുന്നതോടെ ഉത്സവം പരിസമാപ്തിയിലെത്തുന്നു.